2021 തെങ്ങുമള ജംഗ്ഷൻ കേന്ദ്രമാക്കി ഒരു ചാരിറ്റി സംഘടന രൂപീകരിച്ച് വളരെ വിജയകരമായ രീതിയിൽ അതിൻ്റെ 2ാമത് വാർഷികം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ. ഇതിനോടകം തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ചികിത്സാ ധനസഹായം ആവശ്യമുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തിച്ച് ഹോസ്പിറ്റൽ ചെലവ് അടക്കമുള്ളതും ഭക്ഷ്യദാനം അടക്കമുള്ള സാധനം നൽകി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സഹായിക്കുന്ന തരത്തിലേക്കാണ് തെങ്ങുമള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തിയിരിക്കുന്നത്. അഭിമാനകരമായിട്ട് പറയാം, ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി ഈ കുന്നത്തൂർ താലൂക്കിന് തന്നെ ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നടന്ന വാർഷിക പരിപാടിയിൽ ഫിലിപ്പ് മമ്പാടിനെ പോലെയുള്ള പ്രഗത്ഭരെ കൊണ്ടുവച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 2021 കുറെ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും കൂടെ ആലോചനയുടെ അടിസ്ഥാനത്തിലുണ്ടായ തെങ്ങുംവിള ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടനയുടെ 2ാമത് വാർഷികമാണ് ഇന്ന് സെപ്റ്റംബർ 22, 2024 നടക്കുന്നത്. ഈ രാവിലെ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഒരു വൻ വിജയമായിരുന്നു. മെഡിക്കൽ ക്യാമ്പിൽ നമ്മുടെ വലിയത്ത് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുഴുവൻ ഡോക്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റും സഹകരിച്ചു. അതോടൊപ്പം തന്നെ PBDA എന്ന ബ്ലഡ് ഡൊണേഷൻ ആർമിയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പും വൻ വിജയമായിരുന്നു. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം നമ്മുടെ കേരളക്കരയുടെ ജനകീയ പ്രഭാഷകനായ സ്വാമിജി ആത്മദാസ് യമി ധർമ്മപക്ഷ മുഖ്യ പ്രഭാഷണം വൈകിട്ട് 7 മണിക്ക് നടത്തുകയും ഉദ്ഘാടകനായി തെങ്ങുംവിളയുടെ ചീഫ് ഇമാം ഷെഫീഖ് ബാക്കവി ചടയമംഗലം അവറുകൾ ഉദ്ഘാടനം നടത്തി നിർവഹിക്കുകയും ചെയ്യുന്നതുമായ ഈ വേദിയിലാണ് ഞങ്ങൾ എല്ലാവരും നിലവിൽ ഇപ്പോൾ ഉള്ളത്. നല്ല രീതിയിലുള്ള മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞു. ഇനി വൈകിട്ട് മാനവ മൈത്രി സമ്മേളനമുണ്ട്. 2 വർഷക്കാലം കൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി 180ഓളം അംഗങ്ങൾ ചേരുകയും അതിൽ നിന്ന് അവർ കഷ്ടപ്പെടുന്ന അവരുടെ അന്നത്തിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് പാവപ്പെട്ടവനെയും നിലാലംബരായ ആൾക്കാരെയും സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിലുള്ള സാമ്പത്തികം സഹായിച്ച് ഈ സംഘടന 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 2 വർഷത്തിനിടെ നിരവധി പ്രവർത്തനങ്ങൾ ഈ TCSലെ അംഗങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട നല്ലവരായ സഹോദരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ സംഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഇവരുടെ ആത്മാർത്ഥമായ സഹകരണവും സഹായവും ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് നമ്മൾ ഇന്ന് വൈകിട്ട് മാനവ മൈത്രി സമ്മേളനത്തിൽ വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആത്മാർത്ഥമായി സഹകരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തകരാണ്. വെളിയിൽ നിന്നും ഒരു പൈസ പോലും പിരിക്കാതെ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യം വളരെ മികവാർന്ന രീതിയിൽ വലിയത്ത് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ രക്തദാന ക്യാമ്പും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 25ഓളം പേരുടെ രക്തം ഈ ക്യാമ്പിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം നടക്കുന്ന ഒരു മാനവ മൈത്രി സംഗമത്തിൽ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രസിഡന്റ് കൂടിയായ സ്വാമി യമിധർമ്മപക്ഷയും പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി അവസാനിക്കുന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഇതിന്റെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും TCSന്റെ പേരിൽ ഒരിക്കൽ കൂടി ഓർക്കുന്നു, നന്ദിയോടെ. കഴിഞ്ഞ 2 വർഷക്കാലമായി തെങ്ങുംവിള കേന്ദ്രീകരിച്ച് സന്നദ്ധ പ്രവർത്തനം നടത്തിവരുന്ന തെങ്ങുംവിള ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വർത്തമാനത്തിന്റെ എല്ലാവിധ ആശംസകളും. തുടർന്നുള്ള വർഷങ്ങളിൽ നിലാലംബരായ ഒരുപാട് പേരെ കൂടെ നിർത്താൻ TCSന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്.